ബീട്രൂട്ട് കൊണ്ടേ ഇതുപോലൊരു ഐറ്റം നിങ്ങൾ കഴിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ലേലേ, ഒന്ന് തയ്യാറാക്കി നോക്കിയോളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം ഒരു 1/4 ടീസ്പൂണും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 2 പിഞ്ച് കായപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് തൈരാണ് കേട്ടോ. അതൊരു 1/2 കപ്പോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 കപ്പ് റവ കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ച് വെക്കണം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ഈ റവ ഒന്ന് വെള്ളം കുടിച്ച് വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാകം നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം നമ്മൾ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ട്. ആ സമയമായപ്പോഴേക്കും കണ്ടല്ലോ, ഇത് കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചേരുവ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അതൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാവിൻ്റെ പരുവത്തിന് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത്രയും ടൈറ്റായി വന്നിട്ടില്ലെങ്കിൽ ഇത്ര വേണ്ടി വരില്ല കേട്ടോ. ഒരു 1-2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിത് ഉണ്ണിയപ്പച്ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഒരുപാട് നെയ്യൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ചേർക്കുന്നുണ്ടല്ലോ, അത്രയും മതി കേട്ടോ. എനിക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നെങ്കിൽ അതും ഉപയോഗിച്ച് ഇത് ചുട്ടെടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ മാവ് ഒഴിക്കുന്ന സമയത്ത് ഇത്രയ്ക്ക് അങ്ങ് ഒഴിക്കേണ്ട കേട്ടോ, കാരണം കുറച്ചങ്ങ് പൊങ്ങി വരും. അപ്പോൾ ഇത് സ്പ്രെഡായി പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും വേണ്ട, കുറച്ചിട്ട് നിങ്ങളങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് പൊങ്ങി വരുന്ന സമയത്ത് നല്ല പരുവത്തിലങ്ങ് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം അടച്ചു വെക്കുന്നുണ്ട്. അടച്ചു വെച്ചതിന് ശേഷം താഴെ ഭാഗങ്ങൾ സെറ്റായി വരുന്ന സമയത്തുണ്ടല്ലോ, ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണേ. ഇത് നമുക്ക് നല്ലപോലെ ക്രിസ്പിയായി കിട്ടണമെങ്കിൽ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് കുറച്ചുകൂടെ നെയ്യ് ഇങ്ങനെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഉറ്റിച്ച് കൊടുത്താൽ മാത്രം മതിയേ. അപ്പോൾ എല്ലാം ഇതുപോലെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഭാഗം നല്ല ഗോൾഡൻ ആവുന്നവരെ നമ്മളതങ്ങ് മുരിച്ചെടുക്കുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. മാത്രമല്ല നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ ഈ കളറും കൂടെ ഇതിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്കിത് മുക്കി പൊരിക്കണമെങ്കിൽ മുക്കി പൊരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇത് ഇത്രയും ഓയിൽ പൊരിച്ചെടുത്താലും നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീട്രൂട്ട് വെച്ചിട്ട് ഇതുപോലെ ഒരു ഐറ്റം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് എത്തിയിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.